നമ്മളിപ്പോൾ ബിരിയാണി കഴിച്ച് വെയിറ്റ് ചെയ്യാണ്. നമ്മളിപ്പം പാരഗണാണ്. ഹലോ ഗായ്സ്, വെൽക്കം. നമ്മളിപ്പം ഒരു കടയിലാണ്. നമ്മൾ ഡ്രസ്സ് വാങ്ങാനാണ് വന്നത്. ഇവിടെ പല പല ഡ്രസ്സുകളുണ്ട്. ഇപ്പൊ കുറച്ചായി ഇവന് ഈ ഇൻട്രസ്റ്റ് തുടങ്ങിയിട്ട്. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്നത് എൻകറേജ് ചെയ്ത് കൊടുക്കാന്നുള്ളതല്ലേ. ഞാൻ നല്ലോണം എൻകറേജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ അവിടെ അർമാദിക്കായിരുന്നു. ഇപ്പൊ നാട്ടിലും വീട്ടിലും എവിടെ നോക്കിയാലും കണ്ടന്റ് ക്രിയേറ്റേഴ്സ്. ഇതെല്ലാം കണ്ടു വളരുന്ന ഈ പിള്ളേർക്ക് ഇതിനോടൊക്കെ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അവൻ ഇങ്ങനെയൊക്കെ ആദ്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഞങ്ങള് നന്നായിട്ട് എൻജോയ് ചെയ്തു. എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ടായിരുന്നു. അവന് ഇഷ്ടമുള്ളതൊക്കെ അവൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതെന്റെ പാപ്പന്റെ മോനാണ് കേട്ടോ, ആദിദേവ്. ഇവൻ 4th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഞങ്ങൾ അദ്വൈതിന് വേണ്ടി പർച്ചേസ് ചെയ്യാൻ പോയതായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ ഈ വക അൽക്കുലത്ത് പരിപാടികളൊക്കെ. കോഴിക്കോടുള്ള ബ്രാൻഡ് ഫാക്ടറിയിൽ ബോയ്സിന്റെ സെക്ഷനിൽ ഒരു സ്ഥലം വിടാതെ ഇവൻ പരതിയിട്ടുണ്ട്. ഞാനൊന്ന് ട്രയൽ ചെയ്യാൻ പോയപ്പോൾ ഗേൾസിന്റെ സെക്ഷനും വെറുതെ വിട്ടിട്ടൊന്നുമില്ല. നല്ല രസമായിരുന്നു ഇവന്റെ കൂടെ ഇങ്ങനെ നടക്കാൻ. അദ്വൈതിനൊഴിച്ച് ഞങ്ങൾക്കാർക്കും അവിടുന്ന് ഒന്നും വാങ്ങിയിട്ടുണ്ടായില്ല. പിന്നെ ഞങ്ങൾ നേരെ പോയത് പാരഗണിലേക്ക്. ഇനി നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന ബിരിയാണി, ബട്ടർ ചിക്കൻ. ബട്ടർ ചിക്കൻ നല്ല ടേസ്റ്റാ. ഒന്നുമില്ല, നോക്കാം ടേസ്റ്റിൻ്റെ അതോ വീട്ടിൽ പോയാൽ എന്താ പറയുക, നമ്മൾ എവിടെ പോയിന്നാ പറയാ പാരഗൺ. ഇത് വേൾഡിലില്ലേ ലോകത്തിൽ ഏറ്റവും നല്ല റെസ്റ്റോറൻ്റാണ്. ലോകം നമ്മുടെ വലിയ ലോകമാണ്. ലോകത്തിൻ്റെ ഏറ്റവും നല്ല റെസ്റ്റോറൻ്റാണ്. എൻ്റെ പേരെന്താ? പാരഗൺ. ഞാൻ സ്കൂളിൽ പോയിട്ട് പറയുമല്ലോ, ഞാൻ നല്ല പാരഗണിൽ പോയി ബിരിയാണി കഴിച്ചെന്നൊക്കെ. എന്താ പറയുക പാരഗണിൽ പോയിട്ട് ബിരിയാണി നിന്ന്? എന്ത് ബിരിയാണി കഴിച്ചു? എന്ത് ബിരിയാണി? ബട്ടർ ചിക്കൻ. അത് ബട്ടർ ഇടും. നമ്മളിപ്പോൾ പാരഗണിലാണ്. ആദ്യത്തെ ബിരിയാണി ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. നമ്മൾ ബിരിയാണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എല്ലാവർക്കും ബിരിയാണി ഇഷ്ടമാണോ? കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബിരിയാണി വന്നിട്ട് കാണാം. ചൂടായ പ്ലേറ്റ്സ് ആണ്. നമ്മളിപ്പോൾ പാരഗണാണ്. ബിരിയാണി വെയിറ്റ് ചെയ്യാണ്. ആദ്യം ഓക്കെ അല്ലേ? എടുത്തോ? അയ്യോ, അവിടെ സന്ദേശം ആദ്യം എങ്ങനെയുണ്ട്? ചമ്മന്തി ഒക്കെ കൊടുത്തോ?
അച്ഛനെടുക്കാം. അതിന്റെ കൈക്കോട് ബാഗ് അവിടെ ഇല്ലേ? സൂട്ട്കേസ് ഒന്ന് ബാഗ് അവിടെ ചെയ്യുന്നത് അവിടെ ഉണ്ട്. ചോക്ലേറ്റ് ഫ്ലേവർ തരൂട്ടോ. അത് തരും. ഇതാർക്കും വേണ്ടിയില്ല. അടിയെന്ന് ഓർക്ക് കൊടുത്തിട്ട് അടിയിൽ നിന്ന് എടുക്കണോ? നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ആ ചോക്ലേറ്റും കൂട്ടിയെടുക്ക്. ആ സാധനമൊക്കെ കൂട്ടിയെടുക്ക്. ഇട്ടോട്. എനിക്കല്ല, അച്ഛന് ഇടുന്ന്. അമ്മ 12 മണിയോ എല്ലാവർക്കും വണ്ടി വിട്ടോ. ഊണ് വായന്നുണ്ട് കത്തിച്ച് പോകണ്ടത്. നാട് തരും തന്നെ. ഞാൻ പോട്ടെന്നാ. തിന്നാൻ കഴിയോ? വായിൽ പോവോ? അത്ര മാത്രമേ സംശയമുള്ളൂ. മടുത്തോരമ്പലം വേണം, ആലിനു തീർന്നൊരു കുളവും വേണം, കൂളിപ്പാനായി കുളം വേണം, കുളത്തിൽ ചെന്നാവരവേ കുളിച്ചു ചന്ദനം ചൂടാൻ ആനായാൽ താര വേണം, മടുത്തോരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. പിന്നെ ഏതിനെ പഞ്ചവർണ്ണ കുളിരേ പാൽ അങ്ങനല്ല കൂട്ടിലെത്താൻ കുടിക്കും. അതല്ലേ തുടക്കം? എന്റെ തുടക്കം എന്തേനി? പഞ്ചവർണ്ണ കിളിയേ. അങ്ങനെയല്ല. പഞ്ചവർണ്ണ കുളിരേ പാലായി കടവിൽ വരുമോ, കൂടെ വരുമോ, നെഞ്ചിലോറും മധുരം പാടി തരുമോ, നാഴി മുത്തുണ്ട് വന്തി പൊന്നുണ്ട്, മുകിലാരും കാണിൽ പൂരം കാണാ, രാവുണ്ട് മയിലുണ്ട് മഞ്ചാടിക്കുയിലുണ്ട്, മഴവില്ലിൻ കൂടാരത്തിൽ കൂടാ, ആരും കാണാ മുരളിത തീർത്തു പഞ്ചവർണ്ണ കുളിരേ കൂടെ വരുമോ, നെഞ്ചിലോറും മധുരം തേൻചോറും മൊഴിയിൽ തരുമോ, പാടിത്തരുമോ, തൻ കുതിക്കുന്ന കുയിൽ കുഞ്ഞു നിന്റെ നാട്ടുകേട്ടു തട്ടിൽ കൂടണയും, ആട്ടവിളക്കണഞ്ഞൊരി കളിയരങ്ങിൽ നിന്റെ ആത്മരാഗസ്പന്ദന തിരി തെളിയും, നീരാടാൻ പോകണ്ടേ നീലാഞ്ചലമെഴുതണ്ടേ, മാരിപ്പൂവണിയണ്ടേ താരാട്ടും പാടേണ്ടേ, ഇടവത്തിൽ പെയ്യുന്നുള്ളും വേലിക്കാറ്റേ, 1000 രാവുകൾ കാത്തിരുന്നു ഞാൻ. എങ്ങനെയുണ്ട്? ആദ്യം എങ്ങനെയുണ്ട്?
ആദി ആസ്വദിക്കാണ്ടരുത്. ആദി അടിപൊളി. അടിപൊളി. അടി നീ ഇങ്ങനെ കാണിക്ക് ചേച്ചി, ഇങ്ങനെ കാണിച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കുന്നിട്ട് അതൊക്കെ പോസ്റ്റ് ചേച്ചി. ചേച്ചി ഇത് നല്ല രസമുണ്ട്, ഫോട്ടോ വെക്ക്. സോക്സ് എന്താ ചെയ്യുന്നത്? സോക്സ് ഉണ്ടെന്ന്. നോക്കി ചിരിക്കി. അതിന്റെ ഫോട്ടോക്ക് കൊറേ ആയി പറയുന്നത്. അയ്യോ കിടന്ന വീണ ആദി. ചേച്ചി ഫോട്ടോ എടുക്ക്. ആ ഇതില് കാണാല്ലേ. നോക്കി തുറന്ന മരങ്ങൾ. ആദി ഈ വണ്ടി റെസ്റ്റോറന്റ് ബീച്ചെത്തി. എവിടെ? വലതുഭാഗത്തേക്ക് നോക്ക്. ലൈറ്റ്